ആനകറ മലയിലെ ആടുകറ മലയിലെ എന്തോ കേറി വരുന്നു. മാറിക്കോട്ടെ സാറേ, തേങ്ങാക്കൊല ഉണങ്ങി കിടക്കുക വെട്ടി. അയ്യോ എന്റെ കുഞ്ഞിന്റെ തലേ തേങ്ങ വീട്. അയ്യോ ഓടിവായോ. പാവം തെങ്ങേറ്റക്കാരനായിരുന്നു. തേങ്ങ ഇട്ടപ്പോ ഒരെണ്ണ ഒരു കുട്ടിയുടെ തലയിൽ വീണു. കുട്ടി ചത്തുപോയി. അന്ന് ഉടങ്ങിയതാ. വിമൻസ് കോളേജിൽ ലെറ്റർ കൊടുത്തിട്ട് വരട്ടെ. പെണ്ണുങ്ങൾക്ക് ലെറ്റർ കൊടുത്താണല്ലോ ഈ പരുവത്തിലായത്. നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. റുക്ക പട്ടുകയിലെ ഖേദ് ഹേ. മതി മതി മതി. അയ്യോ 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 അയ്യോ. സാറേ, മോഹച്ചുള്ള പക്ഷിയിലെ നരേന്ദ്രനാഥ് അത് വേണ്ട സാറേ. ക്ഷമ ചോദിക്കാൻ ആൻസി എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. സാറ് നീ പോവാണല്ലേ, നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. കഴിവറടാ മോനെ. മിണ്ടരുത്. മിണ്ടും മിണ്ടാതെ അവിടെ ഇരുന്നോളണം. ഈ പോഴി അവിടുന്ന്. നീ വലിയ പുണ്യാഹത്തൊന്നും ചമയണ്ട. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ആരോട് ചോദിച്ചിട്ടാണ് സെല്ലിൽ കിടന്ന യമനെ പുറത്തു കൊണ്ടുപോയത്? ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകാറില്ല ഡോക്ടർ. മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഡോക്ടറുടെ കസിൻ അല്ലേ. നോക്ക്, ഹോസ്പിറ്റലിനകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല. ഡോക്ടറും പേഷ്യന്റുമാണ്. യമുന മതിൽ ചാടി പുറത്തു പോയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട. പൊയ്ക്കോ. സ്പോർട്സിലുള്ള മെരിറ്റ് ഒന്നും ഇതിനകത്ത് വേണ്ട. മതിലുകാരി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഇനി ഈ സെല്ല് വിട്ട് നീ പുറത്തു പോവില്ല. എന്ത് പറ്റി സിസ്റ്റർ? കയ്യിന്ന് വിട്ടുപോയതാ. സൂക്ഷിക്കണേ, കൈ മുറിയും. യമനയ്ക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണമെന്നില്ലേ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുമായിരുന്നില്ലേ? ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലേ? വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് കൊണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത്? സോറി യമനെ. യമനെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു. അറിഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാനുള്ളൊരു ടെസ്റ്റ്, അതാണ് ഈ കണ്ടത്. യമനെ രക്ഷിക്കാൻ വന്ന പ്രഭാരനും സെല്ലിലാണ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് സിസ്റ്റർ. സിസ്റ്റർ ഇവിടെ നിൽക്കുകയാണോ? ലീലാമ്മ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ട്. മേൽവാർഡിൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. വേഗം ചെല്ലു. ഞാൻ ബീനയോട് തുറന്നു പറഞ്ഞു. ബീനയോടോ? അതെ, ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. അതുകൊട്ടെ, ഇന്നലെ നീ എവിടെയായിരുന്നു? അല്ലയാ, സത്യം പറയാലോ, ഞാനും ബീനയും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിരുന്നു. ഔട്ടിങ്ങോ? ബീനയായിട്ടോ? അയ്യോടെ ചൊക്ക. ഞാനൊരാൾ ഇതിനകത്ത് ഇവിടെ നരയിക്കുന്നു, അപ്പൊ ഒരു ഔട്ടിങ് കഴിവേറി. അവൾക്ക് എന്നെ പറ്റി ഇപ്പോ ഭയങ്കര അഭിപ്രായമാ. നീ എന്നെ വഴക്ക് പറയരുത്. അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എനിക്ക് സ്വല്പം ചീപ്പ് ആകേണ്ടി വന്നു. മനസ്സിലായില്ല. ഞാൻ സിനിമ സ്റ്റൈലിൽ ഒരു പാട്ട് പാടി. സ്റ്റെപ്പൊന്നും അറിഞ്ഞുകൂടെങ്കിലും അല്പം ഡാൻസും ചെയ്തു. ഡാൻസ് ചെയ്യുന്നൊരു ചളക്ക്. ഡാൻസ് ചെയ്യാൻ നീ ആര്? മൈക്കിൾ ജാക്സനാ? കളിയാക്കാതെ. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണോ? എനിക്കൊരു പുല്ലും കേൾക്കണം. അത് പറ്റില്ല. നീ കേൾക്കണം. കേട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രകൃതി രമണീയമായ ആ സ്ഥലം. നിന്റെ തൊലിക്കെട്ട് സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിനക്ക് ഡാൻസും കോപ്പും ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നതാ? ഏതായാലും നിന്റെ കാര്യം പോക്ക.
ഞാൻ എന്റെ ലൈഫെങ്കിലും ഭാസുരമാക്കട്ടെ. ഓവർ സ്മാർട്ട് ആവാതെ. വേണ്ടി വന്ന് നിന്നെ ഇതിനകത്ത് കയറ്റാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല. നീ യമുനയെ തട്ടിക്കൊണ്ടുപോകാമെന്ന് ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പുല്ലുപോലെ ഇറങ്ങിപ്പോവും. കിടക്കണോ എനിക്കതിനകത്ത്? ഞാൻ തമാശ പറഞ്ഞല്ലേ അത് പ്രഭേ. കുഴപ്പമില്ല. ഞാൻ ബീനെ പ്രേമിച്ച് തന്നെ നിന്നെ ഈ യമുനെ എവിടുന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ലേ. സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും? ആ എന്നെയാണ് നീ ഏയ്, പോളെ. മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ സാറിന് സിസ്റ്റർ കാണരുത്. ഒരു കലാകാരന്റെ ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണ്. ഹലോ. വേഗം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. ഇനി ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ? ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട്, കൊടുക്കണം. വന്നേ ഒരു മിനിറ്റ്. എന്താ? വാ. കുഞ്ഞിരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? 5-6 കൊല്ലമായിരിക്കണം. ആ അതാണ് കുഴപ്പം. എന്ത് കുഴപ്പം? അല്ല, നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ. സാരമില്ല, ഞങ്ങളുടെ വിശ്വകലാ തിയേറ്റേഴ്സിൽ ഞങ്ങളൊരു ചാൻസ് ചേട്ടന് വാങ്ങിച്ചു തരാം. എന്നാ പ്രഭാകരൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു സിസ്റ്റർ. എങ്ങനെയുണ്ട്? ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത് ഓപ്പറേഷന്റെ 3-ാം ഘട്ടം നമ്മൾ ആരംഭിക്കും. കൈയോട്. അപ്പൊ നമ്മൾ 4-ാം ഘട്ടത്തിൽ ആരെ പിടിക്കും? ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലു. എം ആകാശവാണി സംപ്രതി വാർത്താഹ സുയന്താം പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുത്തി വീണാഹ 32 കോടി പോയാഹ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? എടാ പോളെ, നീയായിരുന്നു. ഓഹോ, താനാണോ? താൻ എന്നെ വണ്ടി എത്തി കൊല്ലാൻ നോക്കിയാണല്ലേ? കൊള്ളാം. തേടിയ വള്ളി കാലി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളിത് എവിടെ ആയിരുന്നു മക്കളെ? ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നോക്കിയിട്ട് നാളെ എത്രയാണെന്ന് അറിയാവോ? താൻ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ നടന്നാ മതിയോ? നമുക്ക് നാടകം കളിക്കണ്ടേ? പ്രഭാകരൻ എവിടെ? ഞങ്ങള് നാടൻ കളിയൊക്കെ നിർത്തി. നിർത്തിയോ? പിന്നെ ഞാൻ നിങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളത് കാര്യത്തിലെടുക്കാവോ? നീ അറിഞ്ഞോ? സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകനാടനുള്ള അവാർഡ് നമ്മുടെ പ്രഭാകരനാ. നേരോ? എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നല്ല നാടകത്തിനുള്ള അവാർഡ് നമുക്കാടാ. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു. വീട്ടിൽ പോയി എങ്ങനെയാണ്? പ്രഭ ഭ്രാന്താശുപത്രിയിലല്ലേ? പ്രശാന്തി മെന്റൽ ക്ലിനിക്കിൽ. ഭ്രാന്താശുപത്രിയിലും? ആരോടും പറയരുത്. സത്യമായിട്ടൊന്നും ഭ്രാന്തൊന്നുമില്ല. പ്രഭയ്ക്ക് ഭ്രാന്താശുപത്രി ജോലി കിട്ടി. അതാ. പ്രശാന്തി മെന്റൽ ക്ലിനിക്. നേരാണോ വക്കസിൻ ചേട്ടാ? എനിക്കാണോ ഇപ്രാവശ്യം അവാർഡ്? അതേടാ മോനെ. ചേട്ടാ, ഈ ബെസ്റ്റ് ആക്ടറിന് എന്റെ പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ? നിന്റെ പേര് ജഡ്ജിങ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ? എടാ, നീ 3 പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ച് ഒഴിച്ചാൽ നാടകത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല, ഇവനത് എന്ത് പറ്റി? അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ബക്കറ്റൻ ചേട്ടൻ വണ്ടി ഇറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ. ശ്ശോ, എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട്. കുറ്റബോധം എന്നെ വേട്ടയാടുന്നു പ്രഭാകര. എനിക്കും ഷോക്ക് വന്നതാ. ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല. നിനക്കിനി പ്രത്യേകിച്ച് വട്ടുവരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചേട്ടാ, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയല്ലേ? വേണ്ട. ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം. ഭ്രാന്തൻ റോളിന് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം. അറം പറ്റിയല്ലോടാ മോനെ. ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ? പറഞ്ഞു കൊടുക്കണം പുല്ലേ. കണ്ടോ, വയലന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. പോരാത്തിന് ഡെയിലി 6 നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും? നല്ല കാര്യമായി പോയി. വിശ്വകലാ തിയേറ്റേഴ്സിന് അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തനായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര കാശ് വേണം? പറ. 1000 രൂപയുണ്ട്, പിടിച്ചു. താങ്ക് യു. ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കത്തൻ ചേട്ടനെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും സാരമില്ല. വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചോളാം. 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരുമാതിരി ആസാക്കരുത്. 6 നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛനും മേടിച്ചോണ്ട് കൊടുക്കണം. എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാണ് മാപ്പിളോട് ചെന്ന് ഒലത്താൻ പോയത്?
അത് ഒരു അബദ്ധം പറ്റി അല്ല അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ അതല്ല കാര്യം. എടാ വക്കച്ചൻ ചേട്ടന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഞാനിട്ട ഒരു പരിപാടിയാ. യമുനയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല. എടാ പോളെ, നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് പോടാ. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് അതെനിക്ക് കലക്കിത്ത. എടാ പരമത്തെണ്ടി, നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നിൽ കണ്ടുപോരുന്നു. പോടാ പോടാ. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ഞാൻ ചിറ്റാർ വക്കച്ചനാ. അതെ അതെ, വിശ്വനാഥ് തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ. പിന്നെ ഞാനിപ്പോ വിളിക്കാൻ കാരണം, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ എന്റെ ട്രൂപ്പിടെ നടൻ പിരപ്പംകൂട് പ്രഭാകരനല്ലേ, അയാൾ ഇവിടെ പ്രശാന്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്. അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായതാ. അത് അത് അതൊക്കെ നേരിട്ട് പറയാന്നേ. എങ്ങോട്ട് പോരെ? ഞാനോ? ഞാൻ ഇവിടെ ഉണ്ടാവും. ആ വേഗം പോരെ. ശരി. എന്താ ഇത്? പത്രക്കാരാ, പ്രഭാകരന്റെ വാർത്ത കൊടുക്കണ്ടേ? പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലതും ആണോ ചേട്ടാ? അതാ പ്രഭാകരന് വേണ്ടിയല്ല, നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. നാടകത്തിന് കുരിഞ്ഞ ബുക്കിംഗ് ആയിരിക്കും. എന്നാ എന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാൻ പറയണേ. എന്തിന്? അവന്റെ വട്ടിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞോണ്ടോ? വന്നേ വന്നേ, വേഗം വന്നു. എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ. എന്താ അഭിനൊരു കാര്യം, ട്രൂപ്പിന്റെ പേര് പറഞ്ഞത് വിശ്വകല തിയേറ്റേഴ്സ്. എന്റെ പേര് ചിറ്റാർ വക്കച്ചൻ. വക്കച്ചൻ. എന്താ എന്താ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, ഒറ്റയാണ് എടുത്തോരുത്. മണ്ടത്തിനെ പറയത്. ഇക്കാലത്ത് പത്രത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്നത് നിസ്സാര കാര്യമാണോന്നാ ചോദിച്ചത്. ഒരു ഫോട്ടോ കൂടെ എടുത്തോ. ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ പോൾരാജ്. അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ. പ്രഭേ, തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, എവിടെ? എന്ത് പറ്റി? സോപ്പ് തേച്ച് ഒന്ന് കുളിച്ചു നോക്ക്. പോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും? വലിയ ഹീറോ. അവിടെ 11 എനിക്കൊന്നുമില്ലെന്ന്. പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത്. പല നാടകക്കാരികളും കൈവശം തന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഒരു അസുഖമില്ല. അമ്മയെ പ്രാന്തനും മനുഷ്യനും എന്ന ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ. പത്രക്കാർ തെറ്റിദ്ധരിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഈശ്വര, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? കുടുംബത്തിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിക ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്തല്ലോ. ഓ, കിടന്ന് കരയാതെ അമ്മേ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദാ നോക്ക്, അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുപ്പീനെ. നമസ്കാരം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞോട ദുഷ്ട. ഇനിയും ചെന്ന് പത്രക്കാരൻ നാട്ടുകാരൻ വിളിച്ചോണ്ട് പാടാ. ഞങ്ങളുടെ ചേട്ടൻ എന്താ പറ്റിയേ? ഒന്ന് തുറന്നു പറഞ്ഞേ. അല്ല, ഇപ്പൊ ഭ്രാന്തിന് പല കാരണങ്ങളും ഇങ്ങനെ- നിനക്കറിയാം, ഒരു കാര്യമില്ലാതെ എന്റെ മോനിത് സംഭവിക്കുവോ? അല്ലമ്മേ, നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കിയ ശേഷമാണ് പ്രഭാകരൻ ഭ്രാന്തനായത്. ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലമ്മേ, ഇതിലൊരു വലിയ രഹസ്യമുണ്ടാ. എല്ലാവരും മാറിക്കേ. ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സ്വീകരണമാണ്. സാറേ, ആ തലയൊന്നും വെറ്റിക്കേ, ഈ മാലയൊന്നും ഇട്ടോട്ടെ. കൊണ്ടുപോളൂ. അയ്യോ, ഇന്നല്പം കൂടുതലാണല്ലോ. സ്വല്പം ലേശം. സാരമില്ല, സാറേ, തലയൊന്നും കിട്ടിയ മാലയൊന്നും ഇട്ടോട്ടെ. അയ്യോ, എന്റെ മോന് ഭ്രാന്ത് പിടിച്ചേ. അമ്മേ, അമ്മേ, ഒരു കാര്യം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വരണം, വന്നാട്ടെ, വന്നാട്ടെ.